ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ അടുത്ത ഒരു Q&A ആയിട്ട് വന്നേക്കാണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് എല്ലാം പറയണമെന്നുണ്ട്. നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസ് സെയിം അതേ വന്നുകൊണ്ട് കുറച്ച് കുറച്ച് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ കമന്റ് വായിക്കുമ്പോൾ ആൾക്കാരുടെ പേരും വായിക്കണം കേട്ടാ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ലക്കി പേഴ്സൺ അനിത. ലക്കി പേഴ്സൺ അങ്ങനെയല്ല, അനിത എന്നാ പേര്. അല്ലാണ്ട് ലക്കി പേഴ്സൺ. ഫസ്റ്റ് അനിത അനിത T6400. അതൊക്കെ പറയണോ? അതൊക്കെ ഒന്നും പറയണ്ട, പേരങ്ങ് പറഞ്ഞാൽ മതി. ഓക്കെ മോനെ, ഒന്നും ചോദിക്കാനില്ലടാ. നല്ല കുട്ടിയായിട്ട് പഠിച്ച് ജോലി നേടി അമ്മയും അനിയനെയും നോക്കണം മോനെ. എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ. ചോദ്യം കമന്റ് ആശേ ചോദ്യം പറഞ്ഞിട്ട് ഞാനൊന്നും അല്ല ഈ ചോദ്യങ്ങളൊന്നും തിരക്കില്ല മോനെ. ഒന്നും ചോദിക്കാനില്ലടാ, കമന്റാ ബാക്കി. നല്ല കുട്ടിയായിട്ട് പഠിച്ച് ജോലി നേടി അമ്മയും അനിയനെയും നോക്കണം മോനെ. എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ. അടുത്തത് പേര് സുനിൽകുമാർ. ഓക്കെ, നല്ലത് വരട്ടെ ബ്രോ. നേർവഴിയിലൂടെ നടക്കണേ കേട്ടോ. അച്ഛൻ കൂടെ ഉണ്ട്. അമ്മയും അനിയനെയും ചേർത്ത് പിടിക്കണം കേട്ടോ. അച്ഛാമ്മയും നല്ലോണം പഠിക്കണം കേട്ടോ. ദൈവം കൂടെ ഉണ്ട് എപ്പോഴും. ഞാൻ നിർത്തി വായിക്കുന്നതെന്ന് വെച്ചാൽ ഒരുമിച്ച് വായിച്ചാൽ നിങ്ങൾക്കും മനസ്സിലാകത്തില്ല, ഇവരും മനസ്സിലാകത്തില്ല. സോ ഞാൻ നിർത്തി വായിക്കാം. പിന്നെ അടുത്തത് രേഷ്മ കെ ആർ. സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? അവസരം കിട്ടിയാൽ അഭിനയിക്കുമോ? അവസരം കിട്ടിയാൽ നമുക്ക് നോക്കാം. അവസരങ്ങൾ വരട്ടെ, നമുക്ക് നോക്കാം. സ്റ്റാർ. ഫാദറിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛൻ്റെ വീട്ടിൽ അച്ചാമ്മയുണ്ട്, അച്ഛൻ്റെ ചേട്ടനുണ്ട്, അച്ഛൻ്റെ ചേട്ടൻ്റെ വൈഫുണ്ട്, വല്യമ്മ, പിന്നെ 2 അനിയത്തിമാരുണ്ട്, പിന്നെ വല്യമ്മയുടെ ഒരു ചേച്ചിയുണ്ട്. കുറച്ച് ജോയിന്റ് ഫാമിലി. അതെ, സ്മോൾ ജോയിന്റ് ഫാമിലി. അതുകൊണ്ട് ഹാപ്പി അല്ലേ? പിന്നെ ഇവന്റെ ഫുൾ സപ്പോർട്ട് അവരാണ്. അതെ, എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കും. അടുത്തത് വിസ്മയ വി. ഹായ് കിച്ചു, ഹൗ ആർ യു? ഹാപ്പി ആയിരിക്കും. എനിക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇൻ്റർവ്യൂസ് കുറേ സുധിച്ചേട്ടനെ കുറിച്ച് ന്യൂസ് വരുന്നുണ്ട്. അതിനോട് കിച്ചു എന്താണ് പറയാനുള്ളത്? ഒന്നും കണ്ട് തളരരുത്, മുന്നോട്ട് തന്നെ പോകൂ. അച്ഛൻ്റെ കുറേ ന്യൂസ് എല്ലാവരും ഇപ്പോൾ കേട്ട് കാണും. എനിക്കറിയാം എൻ്റെ അച്ഛന്, പിന്നെ അച്ഛനെ അറിയാവുന്നവർക്കും അറിയാം അച്ഛനെ. അത്രേ ഉള്ളൂ. എനിക്കിപ്പം ആ ഒരു ഇൻ്റർവ്യൂ വീണ്ടും ഇനി കുത്തിപ്പൊക്കി ഒരു സംഭവമാക്കണമെന്ന് എനിക്കില്ല. ഞാൻ അതെന്താന്ന് വെച്ചാൽ അതുപോലെ പോട്ട്. പറയട്ടെ, അത് അറിയാലോ ആരാന്ന്. പുള്ളി അറിയാവുന്നവർക്ക് പുള്ളി അറിയാം. പുള്ളി എങ്ങനെയായിരുന്നു എല്ലാവർക്കും അറിയാം. അമ്മയും ഋതുട്ടനെയും നന്നായി നോക്കണേ മോനെ. മക്കൾ എങ്ങോട്ടാണ്? ഇതൊക്കെ ആരാ സെലക്ട് ചെയ്ത? അടുത്ത പേര് മീന്ന് നടക്കുന്നത് ആരാണ് കിച്ചുവിൻ്റെ ഇൻസ്പയർഡ് പേഴ്സൺ? എൻ്റെ അച്ഛൻ തന്നെയാണ്. കാരണം ഞാൻ എൻ്റെ അച്ഛനെ കണ്ടാ വളർന്നത്. അച്ഛൻ തന്നെയാണ് ഇൻസ്പയർഡ് പേഴ്സൺ. എല്ലാവർക്കും ആൺപിള്ളേരാണെങ്കിൽ എല്ലാവർക്കും റോൾ മോഡൽ അച്ഛൻ തന്നെയായിരിക്കും. നേരെ തിരിച്ചല്ലേ, പെൺപിള്ളേർക്കല്ലേ അച്ഛനോട് ഒരു കൂടുതൽ? അങ്ങനല്ല, പെൺപിള്ളേർ പിന്നെ അച്ഛൻ്റെ അടുത്തായിരിക്കും സ്നേഹം കൂടുതൽ. പക്ഷെ ആൺപിള്ളേർ സ്നേഹം പ്രകടിപ്പിച്ചില്ലെങ്കിലും അവർ കണ്ടു വളരുന്ന അച്ഛൻ്റെ. ഇപ്പോൾ ഒരു ആൺകുട്ടിയാണെങ്കിൽ ഏത് വീട്ടിൽ ചെന്നാലും ഇപ്പോൾ പുറത്തുനിന്ന് ഒരാൾ വരിക, ഇവൻ്റെ അച്ഛനെ പോലെ അങ്ങനെ പറയത്തുള്ളൂ. അവൻ്റെ രീതിയും കാര്യങ്ങളെല്ലാം അവൻ്റെ അച്ഛനെ പോലെ ആയിരിക്കും. കാരണം അവൻ കൊച്ചിലെ തൊട്ട്, അതായത് അവനെ കൈപിടിച്ച് നടത്തുന്ന അവൻ്റെ അച്ഛനായിരിക്കും. മീൻസ് എല്ലാവരുടെ അച്ഛനായിരിക്കും. സോ ഇൻസ്പയർഡ് പേഴ്സൺ എൻ്റെ അച്ഛനാണ്. ഏഞ്ചൽസാ. ഹായ് മോനെ, സുഖമാണോ? മോൻ പഠിച്ച് നല്ലൊരു ജോലി കിട്ടി നല്ലവണ്ണം മുന്നോട്ട് വരുവാൻ ദൈവം സഹായിക്കട്ടെ. ഫാനില്ലാത്തതുകൊണ്ട് നല്ല ചൂടെടുക്കുന്നുണ്ട്. രാവിലെ ഒരു മൈക്കില്ല, നമുക്ക് മൈക്കൊക്കെ സെറ്റ് ചെയ്യണം. അതിൻ്റെ കുറച്ച് ഫോൾട്ടൊക്കെ കാണും, ശബ്ദത്തിൻ്റെ ചെറിയ അടഞ്ഞ സൗണ്ട് ആണെങ്കിലും പ്ലീസ്. അതാണ് മൈക്കെല്ലാം വാങ്ങിയിട്ട് എല്ലാം റെഡിയാക്കും. ഇപ്പം തുടങ്ങിയതല്ലേ ഉള്ളൂ. അതാ, മൈക്കൊന്നും വാങ്ങാനുള്ള ഒരു ഇതായിട്ടില്ല. നമുക്ക് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും, നമുക്കെല്ലാം സെറ്റ് ചെയ്യാം. നമുക്ക് ഇത് ഇനി നാളെ ഒരു ടൈമിൽ അല്ലേ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ Q&A അല്ലാതെ ഒരു കാര്യം ചോദിക്കാം. ഞാൻ കുറച്ച് നാളായിട്ട് ചിന്തിക്കും, ഇവൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഇവൻ വലിയ ഇതൊന്നും പറയുന്നില്ല. നിങ്ങൾ മറ്റേ പോഡ്കാസ്റ്റ് പോലത്തെ സെറ്റപ്പ് തുടങ്ങിയാൽ എന്തായിരിക്കും അഭിപ്രായം? അതും കൂടെ കമൻറ്റ് ചെയ്യണേ. പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ വലിയ സീരിയസ് കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം ഇവൻ തന്നെ ഡെയിലി വ്ളോഗ് എടുക്കാൻ പിന്നെ മടിയാണ്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച്
ഇപ്പോൾ പോഡ്കാസ്റ്റ് ആണെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് ഞങ്ങളെ കൂട്ടുകാരായാലും എല്ലാവരെയും ഞങ്ങൾ തന്നെ കൂട്ടുകാരായാലും ഞങ്ങൾക്ക് ചുറ്റുമുള്ളവരെ ഗസ്റ്റായിട്ട് വിളിച്ചിട്ട് അവരെ പറ്റിയും അവർക്ക് ഞങ്ങളെ പറ്റി അറിയുന്ന കാര്യങ്ങളും ചോദിക്കാൻ കുറച്ച് ടൈം അവരുമായിട്ടൊക്കെ സ്പെൻഡ് ചെയ്യണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ടോക്കും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞങ്ങളിപ്പം പൊതുവെ എങ്ങനെ കൂട്ടുകാരുടെ കൂടെ പോയാലും വീട്ടുകാരുടെ കൂടെ ഇരുന്നാലും എന്തൊക്കെയാണ് സംസാരിക്കുന്നത് ആ ഒരു സംഭവം. ചർച്ചയിൽ ഇപ്പം പൊതു കാര്യങ്ങൾ വരും, സമൂഹത്തെ പറ്റി പറയാം. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഞങ്ങളെ പൊട്ടത്തരങ്ങൾ, ഞങ്ങൾ ചിലപ്പം പോഡ്കാസ്റ്റ് പല മണ്ടത്തരം പറയാം. ആ മണ്ടത്തരെല്ലാം നിങ്ങളെല്ലാം പറഞ്ഞു തുടങ്ങിയെന്ന് വിചാരിച്ചാൽ അത് വലിയ സീരിയസ് കാര്യം വായിക്കണമെന്നില്ല കേട്ടോ. വലിയ ഗസ്റ്റിനെ ഒന്നും വിളിക്കത്തില്ല, അതിനുള്ള ഇതൊന്നും ആയിട്ടില്ല. ഫ്യൂച്ചറിൽ ഞങ്ങൾ പലതും ഫ്യൂച്ചർ ഞാൻ അടുത്ത കമന്റ് പറയട്ടെ. കുറുവൻ, വാട്ട്സ് യുവർ ബിഗ് ഡ്രീം? ബിഗ് ഡ്രീം പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ സെറ്റ് ചെയ്യുക, സ്വന്തം കാലിൽ നിൽക്കണം നല്ലപോലെ, അതാണ് ബിഗ് ഡ്രീം. ഷിംന ഷാഹിദ്, കിച്ചു നിന്റെ ഒറിജിനൽ നെയിം എന്താണ്? എൻ്റെ ഒറിജിനൽ നെയിം രാഹുൽ ദാസ് എസ്. ഓക്കെ, രാഹുൽ ദാസ് എസ്. ശ്രുതി ലക്ഷ്മി, ഹായ് കിച്ചു, സുഖമാണോ? എനിക്ക് ചോദിക്കാനുള്ളത് എപ്പോഴെങ്കിലും ഏറ്റവും കൂടുതൽ പോകാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരു പ്ലേസ്. ആഗ്രഹിച്ചിട്ടുള്ള പ്ലേസോ? യാ, അതായത് നീ എന്താ എടാ നമ്മളിപ്പം നമ്മൾ മുമ്പായാലും നമ്മൾ ചെറിയ ചെറിയ ട്രിപ്പ് പോകുമ്പോഴേ നമ്മൾ പറയത്തില്ലേ, എടാ ഒരു ദിവസം നമ്മൾ ഇന്നാൾ ലാസ്റ്റ് ഗോവയിൽ പോയപ്പോൾ നമ്മൾ പറയില്ലേ അടുത്ത കസോളി പോകണം. അങ്ങനെ അതായത് നമ്മൾ കുറെ ആഗ്രഹിച്ചു. എനിക്ക് എല്ലായിടത്തും പോകണമെന്നുണ്ട്. ട്രാവൽ കിട്ടില്ല കേട്ടോ. എനിക്ക് ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടം. പുതിയ കൾച്ചേഴ്സ്, പുതിയ പീപ്പിൾസ്, അങ്ങനത്തെ കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമുള്ള. ഓരോന്ന് പഠിക്കാനാ പറ്റുന്നത്. പിന്നെ പൈസയൊന്നും ഇപ്പം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നമ്മുടെ രീതിയിൽ പോകുന്നു. അവസാനം നമ്മൾ ഗോവയ്ക്ക് അപ്പോൾ ആ സമയത്ത് എനിക്ക് യൂട്യൂബ് ചാനലൊന്നും ഇല്ലായിരുന്നു. അല്ല നമുക്ക് ആ ടൈമിലുണ്ടായ പൊളിച്ചാൽ ഞങ്ങൾ കിഡിലായിരുന്നു ഗോവയിൽ. ന്യൂ ഇയറിന് ഗോവയിലായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഗോവയിലൊക്കെ പോയത്. അനീഷ് അത് കഴിഞ്ഞല്ലേ? ഹായ് കിച്ചു, സുഖമാണോ? എനിക്കൊരു ചോദ്യം. എനിക്കൊന്നും ചോദിക്കാനില്ല. ലൈഫിൽ എപ്പോഴും ഹാപ്പി ആയിരിക്കുക, ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ ഓക്കെ. ലക്ഷ്മി ആർ, ഹായ്, എന്താ പഠിക്കുന്നത്? അംബീഷൻ എന്താണ്? ആ ഹോബി? ഞാൻ പഠിക്കുന്ന ഇപ്പം എല്ലാവർക്കും അറിയാൻ തോന്നുന്നു ആനിമേഷൻ VFX പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതെ, ഇപ്പോൾ 1 വർഷം കഴിഞ്ഞ് മൊത്തം 3 ഇയർ കോഴ്സാണ്. സെക്കൻഡ് ഇയറിലോട്ട് കയറി. അതെ, സെക്കൻഡ് ഇയർ. സപ്ലൈ കാര്യങ്ങളല്ല, കാരണം റിട്ടേൺ എക്സാംസ് ഒന്നുമില്ല, എല്ലാം പ്രാക്ടിക്കലാണ്. പ്രോജക്റ്റും കാര്യങ്ങളും സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ പാസ്സാകും. അതുകൊണ്ട് മാത്രം എക്സാം ഉണ്ട്. ഇടയ്ക്ക് എന്തോ ഒരു എക്സാം ഒക്കെ റിട്ടേൺ എക്സാം ഉണ്ട്. എന്തൊക്കെ ടിക്ക് ചെയ്യാനൊക്കെ ഉണ്ട്. ഞാൻ ടിക്ക് ചെയ്തൊക്കെ കൊടുത്തു. ജയിച്ചാൽ കൊള്ളാം. ജയിക്കും. പിന്നെ അടുത്തത് ചൂടെടുക്കുന്നുണ്ട് കേട്ടോ. നിത്യ PM, സുഖമാണോ? ഇപ്പോൾ എന്താ പഠിക്കുന്നത്? കോഴ്സ് കഴിയാതെ ഇപ്പോൾ പറഞ്ഞില്ലേ. ഫ്യൂച്ചർ പ്ലാൻസ്, ഏജ്, അത് രണ്ടും പറ. ഫ്യൂച്ചർ പ്ലാൻസ് നമ്മൾ പറഞ്ഞല്ലോ, ഒരു നല്ലൊരു ജോലി. അല്ലടാ പൊട്ട, ഫ്യൂച്ചർ പ്ലാൻസ് ജോലിയും കാട്ടി ഇപ്പൊ സ്വന്തമായിട്ടൊരു വീട് വെക്കണമെന്നുണ്ട്. അങ്ങനത്തെ ഫ്യൂച്ചർ പ്ലാൻസ്. ഫ്യൂച്ചറിൽ ഒരു വീട് വെക്കണം. ഒരു വീട് വെക്കണമെന്നുണ്ട്. പിന്നെന്താ ഏജോ? ഏജ് എനിക്ക് നവംബർ ആകുമ്പോൾ 21 ആവും. ഇപ്പം 20, നവംബർ ആകുമ്പോൾ 21. സ്റ്റേ ഹാപ്പി ആൻഡ് ഹെൽത്തി. ഓക്കെ. മിനി വർഗീസ്, കിച്ചു വീടിൻ്റെ അടുത്തൊക്കെ വെള്ളം കയറി. കുറച്ച് ഉറക്കെ സംസാരിച്ചു. കിച്ചു വീടിൻ്റെ അടുത്ത് വെള്ളം കയറുമോ? മഴ എങ്ങനെയുണ്ട്? ഇല്ല, ഞങ്ങൾ കേട്ടോ അങ്ങനെ വെള്ളം ഇവിടെ പൊതുവെ അങ്ങനെ വെള്ളമൊന്നും കയറത്തില്ല. പിന്നെ കാരണം സിറ്റി ആയതുകൊണ്ടായിരിക്കും, അറിയാൻ വയ്യ. വെള്ളം വീട്ടിൽ കയറത്തില്ല, വെള്ളമൊന്നും കയറി ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെന്ന് വെച്ചാൽ മഴ, പ്രളയം ആ ടൈമിൽ ഉണ്ടായിരുന്നു. ആ ടൈമിൽ ഇവിടെ പുത്തനട ആ ടൈമിൽ ഇവന് ഇവിടെ അങ്ങ് പറഞ്ഞു. അതായത് ഇവൻ മുമ്പ് താമസിച്ച വീട്ടിൽ വെള്ളം കയറും, കാരണം ഇത്തിരി താഴോട്ടിരിക്കുന്ന. പിന്നെ ഞാൻ മുമ്പ് താമസിച്ച വീട്ടിൽ പ്രളയ ടൈമിൽ നല്ല വെള്ളം എൻ്റെ വീടിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. വെള്ളം കയറിയിട്ടുണ്ട് ആ ടൈമിൽ. അങ്ങനെയൊക്കെ ഉണ്ട്. മഴ ഇപ്പം ഇല്ല, ഭയങ്കര ചൂടും. അതങ്ങനെ ഒരു ഇത്തിരി എന്താ പറയുന്നത്, ഇത്തിരി സുഖമായിട്ടുള്ള ഒരു ക്ലൈമറ്റ് ഇല്ല. ഒന്നെങ്കിൽ മഴയാണെങ്കിൽ ഭയങ്കര മഴ, വെയിലാണെങ്കിൽ ഭയങ്കര വെയിൽ. ഭയങ്കര ചൂട്. ഇതെന്തോ പേര്? അർഫ ഫാത്തിമ. ഒരു മോട്ടിവേറ്റർ ആവുക. മോട്ടിവേറ്റർ ഇവനെ ആരും മോട്ടിവേഷൻ ചെയ്യും. അതാണ് ഞാൻ ആലോചിക്കുന്നത്. പൊന്നൂസ്, ഫ്യൂച്ചർ പ്ലാൻ എന്താണ് ചേട്ടാ? അത് പറഞ്ഞ്
MKL മലയാളം സോങ്സ്. ആർ യു ഹാപ്പി? യെസ്, ഐ എം ഹാപ്പി. ഹാപ്പി. ഇവരൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പം ഹാപ്പി. ശില്പ അപ്പൂസ്. സുചേട്ടൻ്റെ ഫ്രണ്ട്സ് കോണ്ടാക്ട് ഉണ്ടോ, അതോ എല്ലാം കഴിഞ്ഞ് അവരുടെ വഴിക്ക് പോയി? ഇപ്പം കോണ്ടാക്ട്സ് ഉണ്ടോയെന്ന് വെച്ചാൽ കോണ്ടാക്ട്സ് ഇല്ല. കാരണം എല്ലാവർക്കും അവരുടെ ഒരു തിരക്കാണ് അല്ലേടാ. ഇപ്പം നമുക്ക് എല്ലാവരെയും അതിൽ ഞാനെന്ന് പറഞ്ഞിട്ട് ഇപ്പം എല്ലാവർക്കും ഒന്നും നിൽക്കാൻ പറ്റത്തില്ല. അവർക്ക് അവരുടേതായ കുടുംബമുണ്ട്, ഞാനാണെങ്കിലും ഞാൻ മൂവ് ഓൺ ചെയ്യണം. അവർക്ക് അവരുടേതായ കുട്ടികളുണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള ഫാമിലി ഉണ്ട്. അല്ലാതെ ഞാൻ മാത്രമല്ലല്ലോ. അങ്ങനെ ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ ഓക്കെ, ആരും ആയിരിക്കത്തില്ല. എല്ലാരും നല്ല സഹകരണവും കാര്യങ്ങളും. അപ്പം നമുക്കൊരു ഇതുണ്ടല്ലോ, എപ്പോഴും അങ്ങനെ വിളിക്കാനോ അല്ല, വല്ലപ്പോഴും ഒക്കെ ഇവൻ വിളിക്കും, കോണ്ടാക്ട് ചെയ്യും. എല്ലാരുമായിട്ട് ഇപ്പൊ ടച്ച് ഉണ്ട് അല്ലേ. ഇപ്പം എല്ലാരും ആണെങ്കിലും നല്ല തിരക്കുള്ള ആൾക്കാരാ, പരിപാടി അങ്ങനെയൊക്കെ നിൽക്കുന്നത്. അവർക്ക് അവരുടേതായ കാര്യങ്ങളാണ്. റീനു ടെറേസ. ബർത്ത്ഡേ ദിവസം പറയാമോ? മന്ത് ഡേറ്റ് പറഞ്ഞാൽ മതി പ്ലീസ് കിച്ചു. സെപ്റ്റംബർ 27. നവംബർ 27. നവംബർ 8 സെപ്റ്റംബറിൽ. നവംബർ 27 2004. 2004 ഉള്ളൂ. 2006 ജനിച്ച പിള്ളേരുടെ വിവരം പോലും ഇവനില്ല. സത്യം ബുദ്ധിയില്ല, അവന് സ്വന്തമായിട്ടൊരു ഒപ്പീനിയൻ ഇല്ല. എനിക്കുണ്ട് ഒപ്പീനിയൻ, നല്ലൊരു ഒപ്പീനിയനാണ് ഞാൻ. എന്തായാലും ഉണ്ടെങ്കിലും വന്ന് വയ്ക്കും, ഞാൻ അങ്ങനെ ചെയ്യട്ടെ, അല്ലെങ്കിൽ നീ ഒരു ഒപ്പീനിയൻ പറ, ഞാൻ എന്ത് ചെയ്യണം. അടുത്താണ് എൻ്റെ ഒപ്പീനിയൻ ചോദിക്കുന്നത്. ആൾ അബൌട്ട് മീ. കുഞ്ഞനിയനായിരിക്കും ഉദ്ദേശിച്ചത്. കുഞ്ഞനിയനെ കാണാൻ തോന്നുന്നുണ്ടോ? കാണാൻ തോന്നുമ്പോ പോവാറുണ്ട്. നമ്മൾ രണ്ടുപേരും കൂടെ പോകുന്ന കൂട്ടം. ഒരു ദിവസം കിച്ചു ഋതപ്പനായിട്ട് നമുക്ക് വീഡിയോ കൊണ്ടുവരാം, ലൈവിൽ കൊണ്ടുവരാം. ലൈവ് കൊണ്ടുപോകണം, ഒരു വീഡിയോ എടുക്കണം, രണ്ടും ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ലൈവ് ഇടാം. ലൈവ് അങ്ങ് പോസ്റ്റ് ചെയ്ത വീഡിയോ ഇല്ലേ? ലൈവ് അല്ലെങ്കിൽ പിന്നെ വീഡിയോ കാണാനിരിക്കുക. ആ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടുന്ന് അവിടെ പോയി ഋതപ്പനെ തിരിച്ച് കൊല്ലത്ത് 2-3 ദിവസം കൊണ്ടുവരുത്താം. എങ്ങനെയാണ്? ഋതപ്പനെ വിടുവത്, ഋതപ്പനെ കൊണ്ട് അവ ഇവിടെ വരട്ടാ. ഇതും അവന്റെ സ്വന്തക്കാരല്ലേ, എല്ലാരും കാണട്ടെ. അവന് കൊല്ലൊക്കെ കണ്ട് അവന് ബീച്ചിൽ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ. കൊല്ലത്ത് എവിടെയാ? മായ രാജേന്ദ്രൻ. മോനെ, നീ സംസാരിക്കുമ്പോൾ കുറച്ച് ഓപ്പണായി സംസാരിക്കണം, കുറച്ച് ഉറക്കെ സംസാരിക്കണം. അവന്റെ സൗണ്ട് മൈക്കില്ല. പിന്നെ ഒന്നാമതല്ല, ഇവന്റെ മാക്സിമം വോളിയത്തിലാണ് സംസാരിക്കുന്നത്. ഞാൻ സംസാരിക്കുന്ന വെച്ചാൽ എന്റെ വോയിസ് ലൗഡാ. അവൻ ഇപ്പൊ ഇവൻ പറയുന്നതിന്റെ ഇടയ്ക്ക് ഞാൻ കയറി പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പറയുന്നത് എന്തായാലും നിങ്ങളാരും കേൾക്കത്തില്ല. കാരണം അവന്റെ വോയിസ് ഇത്തിരി വോളിയം കുറവാ. പക്ഷെ എന്റെ നീ അങ്ങനെയാണല്ലോ, ഇവൻ പണ്ടൊട്ട് ഇത്തിരി പയ്യെ സംസാരിക്കത്തുള്ളൂ. മോനെ, കൊല്ലത്ത് എവിടെയാ സ്ഥലം? മോന്റെ അവിടെ ആരൊക്കെ ഉണ്ട്? അവിടെ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. കൊല്ലത്ത് സ്ഥലം മാടന്നട, പുത്തന്നട. മാടനടയിന്ന് അകത്തോട്ട് വരുമ്പോ പുത്തന്നട, അതിന്റെ അകത്തോട്ട് വരുമ്പോ കൊക്കുമൂടാണല്ലോ. അതൊന്നും അറിയില്ല. ദീപ്തി. മോനെ, വീഡിയോ എടുത്ത വീഡിയോ ഇടാത്ത എന്താ? വീഡിയോ ഇടാം. നീ പിന്നെ ക്ലാസ് ഉണ്ട്, കാര്യങ്ങളെല്ലാം കൂടെ നടക്കുന്നില്ല. ചുമ്മാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് മടി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മടിയാ. എത്ര കൂട്ടുകാരന്മാർ തന്നെ എത്ര പേര് പറഞ്ഞിട്ടുണ്ടെന്നറിയോ, ഓടാ യൂട്യൂബ് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക, അതിന് ഇത്തിരി എഫേർട്ട് ഇട്. അന്ന് ഇവന് വയ്യ, ഇവന് എഫേർട്ട് ഇടാൻ വയ്യ. നോക്കാം നമുക്ക്. പിന്നെ മെയിനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളിൽ ഇവൻ എന്താണ് ചെയ്തത് അത് ഇവൻ എത്തിക്കണം. അല്ലാതെ ഇവന് ഇതൊരു ഇതല്ല. നിങ്ങളടുത്ത് ഇവ എന്തോ ചെയ്യുന്നതെന്ന് കാണിക്കണം. അത് മാത്രമേ ഉള്ളൂ ഇവൻ്റെ മൈൻഡ്. ഐശ്വര്യ ഐശു. കിച്ചു, നിനക്ക് സുഖമല്ലേ? ഹാപ്പി ആയിരിക്കുന്നു? സുഖം, ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഹർഷ, എവിടെ പഠിക്കുന്നത്? പറഞ്ഞല്ലോ. അരീന അനിമേഷൻ, കൊല്ലം ചിന്നക്കട. സഞ്ജന നൗഷാദ്. മുടിയിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും തേക്കുന്നുണ്ടോ? ഇല്ല, നാച്ചുറൽ. യെസ്, എണ്ണ പോലും തേക്കാറില്ല, വെള്ളം മാത്രം. വെള്ളം. ഇടയ്ക്ക് ഷാമ്പൂ കണ്ടെയ്നറൊക്കെ ഉപയോഗിക്കും കേട്ടോ.
വേറൊരു ഇവൻ മേക്കപ്പ് അല്ല ഇവൻ പുട്ടിയിടും. കണ്ടെയ്നർ ഒന്ന് കണ്ടീഷണർ. ഇവനുണ്ടല്ലേ ഫേസിൽ മറ്റേ ബൂട്ടി സ്കിൻ കെയർ ഒക്കെ ചെയ്യും. നോക്കടാ സ്കിൻ കെയർ ചെയ്യുന്ന ഞാൻ. ഇങ്ങനൊന്നുമല്ല, നേരിട്ട് കാണുമ്പോ അത് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവും. ഇവനെ ഡെയിലി കാണുന്നത് ഇവന്റെ അനിയത്തി പിടിച്ചിരുത്തി സ്കിൻ കെയർ ഒക്കെ ചെയ്യാറുണ്ട് രാത്രി. ആഴ്ചയിൽ ഒരു ദിവസം എപ്പോഴെങ്കിലും ഒരു ദിവസം കണ്ടു കൈ കിട്ടും അപ്പം കാണിച്ചുതരാം. നീതു അല്ലല്ലോ കിച്ചന് ജോബൊക്കെ ആയി കാശൊക്കെ സെറ്റായി കഴിഞ്ഞാൽ അമ്മയും ഫിലിം ഫീൽഡിലും പോകണ്ട എന്ന് പറയുമോ? അമ്മയെ ഫിലിം ഫീൽഡിലോട്ട് പോകണ്ടെന്ന് പറയും. എനിക്ക് പൈസ ഒക്കെ അയക്കാൻ. ഞാൻ എന്തിനാ അങ്ങനെ പറയുന്നത്? അമ്മയ്ക്ക് ഇപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ അമ്മ പോട്ടെ. അല്ലാടാ, ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. അതൊക്കെ ഓരോരുത്തരുടെ എന്താ ചോദിച്ചാൽ ഇപ്പം എനിക്ക് ആക്ടിങ് ആണ് ഇഷ്ടം, ആക്ട് ചെയ്യട്ടെ. ഇപ്പം എല്ലാവരും കളിയാക്കുന്നതൊക്കെ ആണെങ്കിൽ ഇപ്പം എല്ലാ കാര്യം നോക്കിയാലും ആരും അത്ര പെർഫെക്റ്റ് അല്ല. എല്ലാവരും ഓരോ കാര്യങ്ങൾ തെറ്റ് ചെയ്തിട്ട് ഇമ്പ്രൂവ് ചെയ്യും. ഇപ്പം ഇങ്ങനെ കുറച്ചൊരു നല്ലൊരു റോൾ കിട്ടുമ്പോൾ ചിലപ്പോൾ നല്ലൊരു എന്താ പറയുക ഒരു റോള് കിട്ടുവാണെങ്കിലോ അല്ലെങ്കിൽ ഒരാളെ തളർത്താൻ പാടില്ലല്ലോ. എല്ലാരും ഫെയിലിയേഴ്സിൽ നിന്നാണല്ലോ കയറി വരുന്നത്. ചിലപ്പം ഏത് സമയത്താ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലേ ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ ആരും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. എല്ലാവർക്കും അവരവരുടെ ടാലന്റ് ഉണ്ട്. അതെ, ചിരിക്കുന്ന സമയമാണെങ്കിൽ നമ്മൾ ചിരിക്കും. തള്ളി പറയേണ്ട കാര്യമാണ് പറയും, അതെല്ലാരും ചെയ്യും. നിങ്ങൾ തന്നെ കുറെ പറയുന്നുണ്ടല്ലോ, നമ്മളായിട്ട് പറയേണ്ട ആവശ്യമില്ല. നമ്മളാരും ഇടപെടുന്നില്ല. മുഹമ്മദ് നിയാസ് കിച്ചു ബെസ്റ്റ് ഫ്രണ്ട് ആരാ? ബെസ്റ്റ് ഫ്രണ്ട് അല്ല, ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. എനിക്ക് എല്ലാവരും ഫ്രണ്ട്സ് ആണ്, എൻ്റെ ബെസ്റ്റ് ആണ്. കുറേ പേരുണ്ട്. പിന്നെ ഇവനെന്ന് പറഞ്ഞാൽ എപ്പോഴും എൻ്റെ വീടിൻ്റെ അടുത്തേക്കൊണ്ട് എപ്പോഴും എൻ്റെ കൂടെ കാണും. കുറെ ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ എപ്പോഴും വരുന്നില്ല. നമുക്ക് എത്ര ഫ്രണ്ട്സ് ഉണ്ടോ? കുറച്ച് പേരുണ്ട് അല്ലേ? സെയിലി, വൈറ്റ്, സിദ്ധാർത്ഥ്, അഖിൽ, കുറേയുണ്ട്. ഹരിക്കുട്ടൻ, പിന്നെ എൻ്റെ അനിയൻ. ഇവൻ്റെ അനിയനുണ്ട്. അനിയനെ കണ്ടു കാണത്തില്ലേ? എൻ്റെ അനിയന് അത് അപ്ലോഡ് ചെയ്തില്ല. അത് വേറൊരു വീഡിയോ ഉണ്ട്, വേറൊരു കഥയുണ്ട്. ഞങ്ങളൊരു സ്പൈസി നൂഡിൽസിൻ്റെ വീഡിയോ എടുത്ത, പക്ഷെ അതെന്തോ ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യാനും പറ്റിയില്ല. വീഡിയോ ബോറായി, മൊത്തത്തിൽ ബോറായി പോയി. അതുകൊണ്ട് പിന്നെ അപ്ലോഡ് ചെയ്തില്ല, ഡ്രോപ്പ് ചെയ്തു. അടുത്ത കമന്റ്സ് പോരട്ടെ. അടുത്തത് കൃഷ്ണകുമാർ. എവിടെ പോകുക? ഞാൻ ഇവിടൊക്കെ തന്നെ ഉണ്ട്. അടുത്ത ജയ നല്ല മോനായിട്ട് വളർന്നു വരണേ. അമ്മയും അനിയനെയും നല്ലതായിട്ട് നോക്കുക. ഓൾ ദ ബെസ്റ്റ്, ഗോഡ് ബ്ലെസ് യു. ഇത് തന്നെയാണ് കൂടുതലും വരുന്ന കമന്റ്സ്. ഞാൻ ഇപ്പോൾ വായിക്കുന്നതിൽ തെറ്റ് കാണും. നിങ്ങൾക്ക് കളിയാക്കാൻ കുറെ കാര്യങ്ങൾ കിട്ടും. കളിയാക്കുന്നവർ കളിയാക്കിക്കോട്ടെ, ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. എന്തായാലും ഇത് അപ്ലോഡ് ആകുമ്പോൾ എന്തായാലും കിട്ടും. മാരേജ് പ്ലാൻ ഇപ്പോഴേ മാരേജ് പ്ലാൻ 20 വയസ്സേ ഉള്ളൂ. എനിക്ക് 20 വയസ്സായി. 4 വർഷം കഴിഞ്ഞാൽ പെണ്ണില്ലെങ്കിൽ തീർന്നു. ആദ്യം ഞാനൊന്ന് സ്വന്തം കാര്യം നിൽക്കട്ടെ, എന്നിട്ടല്ലേ മാരേജ് ഒക്കെ. ഇപ്പം ഇപ്പോഴേ മാരേജ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ജോബില്ല. ഇപ്പം ഒരു പാർട്ട്ണറെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഹാപ്പി ആയിട്ട് നോക്കണം. ഒരു ഹാപ്പി ഹെൽത്തി റിലേഷൻഷിപ്പാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. സോ ഇപ്പോഴേ അങ്ങനെ സമയം നടക്കും. എല്ലാത്തിനും സമയമുണ്ട്, അതിൻ്റെതായ സമയമുണ്ട്. ഇതൊക്കെ റെജിമോൾ, ഗോഡ് ബ്ലെസ് യു മൈ ചൈൽഡ്. ദിലീപ് കമ്മിറ്റഡ് ആണോ? കമ്മിറ്റഡ് എന്താണ്? അടുത്ത ദിലീപിന് വേണ്ടി ഒരു 5 മിനിറ്റ് മൗനം. അതെ. ഫാത്തിമ ഉള്ളപ്പം കിച്ചുവിൻ കൊല്ലത്താണോ നിന്നിരുന്നത്? അതെ, ഞാൻ അച്ഛനും കൊല്ലത്തായിരുന്നു നിന്നിരുന്നത്. കൊല്ലത്തല്ല, അത് മൊത്തം പറ. ആദ്യം എവിടെയായിരുന്നു? ആദ്യം എറണാകുളത്തായിരുന്നു, പിന്നെ കൊല്ലം. അല്ല, ആദ്യം ഞാൻ തൃശ്ശൂർ ജനിച്ച് തിരുവനന്തപുരത്ത് നിന്നു. പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ കൊല്ലം വരുന്നു. പിന്നെ അതിൻ്റെ കൊറോണ ടൈമിൽ ഋതപ്പനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഞങ്ങൾ കോട്ടയത്ത് പോയി. അവിടെ വെച്ചിട്ട് ഞങ്ങൾ ലോക്കാവുന്നു. പിന്നെ കോട്ടയത്താവുന്നു. എൻ്റെ പഠിത്തം കാര്യങ്ങളെല്ലാം കോട്ടയത്ത്, അതെല്ലാം കഴിയുന്നു. പിന്നെ ഞാൻ വീണ്ടും തിരിച്ചിങ്ങോട്ട് തന്നെ വരുന്നു. ഇപ്പം ഇവിടെ തന്നെ ഞാൻ നിൽക്കുന്നു.
ഇവിടെ തന്നെ നിൽക്കാനാണ് താല്പര്യം. യെസ്, ഐ ആം ഹാപ്പി. എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്നില്ല എന്നല്ല, അങ്ങോട്ടും പോകും. അതെ, ആരെയും വെറുപ്പിക്കുന്നില്ല, എല്ലാവരുമായിട്ടുണ്ട് സ്നേഹം മാത്രം. വൈക വിച്ച് കോഴ്സ് എന്നാണോ? ആനിമേഷൻ പറഞ്ഞ് കിച്ചു എന്ത് ഞാൻ പറഞ്ഞ ആനിമേഷൻ VFX. റസീന ഷാരി. എൻ്റെ ഏജ് 15. ഫർഹ ഹായ് തിരുവ്. ഫർഹ 15 വയസ്സുള്ള എന്തോ ഫർഹ 15 വയസ്സുള്ള ഫർഹ ഹായ്. ഹായ്. ഫാമിലി വേൾഡ്. കിച്ചുവിൻ്റെ ഇപ്പോൾ ഉള്ള ഡ്രീം എന്ന് പറഞ്ഞാൽ പഠിക്കുക. അതൊക്കെ കഴിഞ്ഞ് എനിക്കൊരു വീടാണ് എനിക്കൊരു വീട് വെക്കണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഡ്രീം. ഓവർ ദാൻ ദാറ്റ് എന്തേലും നിനക്ക് എനിക്കൊരു ഡ്രീം ഉണ്ട്, പക്ഷെ അതിപ്പോൾ എനിക്ക് ഇവിടെ പറയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനല്ല എടാ, ഇപ്പൊ ഒരാൾക്ക് തന്നെ ഒറ്റ ഡ്രീം ഉണ്ടാവണമെന്നില്ല. ഡ്രീം എന്ന് പറയുമ്പോൾ എനിക്ക് കുറെ ആഗ്രഹങ്ങളുണ്ട്. അംബീഷൻ. എന്റെ അംബീഷൻ ചോദിച്ചാൽ നിനക്ക് പറയാം. എൻ്റെ ഒരു വലിയ ഡ്രീമും അംബീഷൻ എന്ന് പറഞ്ഞ ഒരു വീട് വെക്കണം അങ്ങനെ. അല്ലെങ്കിൽ അംബീഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിനക്ക് എന്തെങ്കിലും ജോബ്. എന്റെ ഡ്രീം നിനക്കറിയാലോ. അറിയാം, നമുക്കിവിടെ പറയാൻ പറ്റത്തില്ല. അതാണ് വൺ ഡേ ഫ്യൂച്ചർ ഇൻ ഫ്യൂച്ചർ വൺ ഡേ ആ സമയത്ത് ഞാൻ പറയുന്നതായിരുന്നു എൻ്റെ ഡ്രീം. എൻ്റെ ഏറ്റവും വലിയ ഡ്രീം ഇതായിരുന്നു. യു ഗൈസ് ഓൾ യെസ്, അതെന്തായാലും നടക്കും വിചാരിക്കട്ടെ. ആ സമയത്ത് അങ്ങനെ ഒരു വീഡിയോ വരും, അതിൽ ഞാൻ പറയില്ലായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഡ്രീം. ഇതെന്നുള്ള പേര് എന്നെ ഓർക്കുന്നുണ്ടോ? എന്തായിരുന്നു? അദ്വൈതനിൽ. മനസ്സിലായില്ല. ശിവഗംഗ. ഇപ്പോൾ ലൈഫ് എങ്ങനെ പോകുന്നു? സൂപ്പറായിട്ട് പോകുന്നു, അടിപൊളി. നിലവിൽ ഒരു പ്രശ്നങ്ങളും ഇല്ല, ഒരു വള്ളികളും ഇല്ല. സമാധാനം, ശാന്തി, സുഖം. ഓരോ കാര്യങ്ങൾ വരുന്നു, ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ ലൈഫ് എൻ്റെ ഇതിൽ പോകുന്നു. ഇവന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇവൻ നോക്കുന്നില്ല. ഇവൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ഇവൻ്റെതായിട്ടുള്ള. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ വന്ന് യൂട്യൂബിൽ വീഡിയോ ഇടുന്നു, അതൊക്കെ തന്നെ ഇവൻ്റെതായിട്ടുള്ള ആൾക്കാർ. നമ്മൾ പ്രശ്നങ്ങൾ തേടി പ്രശ്നത്തിന്റെ പുറകെ പോകാൻ നമ്മളെ അറിയുന്നത്, നമ്മളെ സന്തോഷിപ്പിക്കുന്ന കുറച്ച് പേര് പോരെ ഗൈസ്. ഹാപ്പി അല്ലേ എല്ലാവരും? ABCD വേടൻ്റെ ലുക്കാണ് എല്ലാവരും പറയുന്നല്ലോ. വേടൻ 144p. വേടൻ്റെ ലുക്ക് ഉണ്ടോ? എനിക്കറിയാം എവിടെ സൈഡ് കൊണ്ടൊക്കെ കാണുന്നുണ്ടായിരിക്കും. സൈഡ് കൊണ്ടൊക്കെ ആയിരിക്കും. എനിക്ക് പക്ഷേ ഫസ്റ്റ് ഇതൊന്നല്ലേ. വേടൻ്റെ വലിയൊരു ഫാനാണ് കേട്ടോ. വേടൻ്റെ പാട്ടൊക്കെ തീയല്ലേ. എന്താണ് ഗോപിക കൃഷ്ണ. വേടൻ്റെ പാട്ടെല്ലാം എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, സൂപ്പറാണ്. ഞങ്ങളെപ്പോ പോയാലും വേടൻ്റെ പാട്ട് തന്നെ. എപ്പോഴായാലും സിറ്റുവേഷൻ നോക്കാറില്ല. വേടൻ ഗബ്രി സിറ്റുവേഷൻസ് ഒന്നും നോക്കാറില്ല. അവരൊക്കെ എന്ന് വെച്ചാൽ സത്യങ്ങൾ തുപ്പുകയാണ്. അതാണ് ആരുടെയും അതല്ലല്ലോ, ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവന്മാരാ. ഗോപിക കൃഷ്ണ മോൻ വീട്ടിൽ പോകുന്നതും അവിടെയുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമോ? എവിടെ? കോട്ടയത്തായിരിക്കും. കോട്ടയത്ത്. അത് നമുക്ക് കോട്ടയത്ത് ഡേ ഇൻ മൈ ലൈഫ്. കോട്ടയത്ത് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാനായിട്ട് എന്താണ്, നമ്മളവിടെ ചെല്ലുമ്പോൾ ഒരു ഇത് കാണിച്ചു തരാം. പോകുന്നു വേണമെങ്കിൽ ഷോർട്ടായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കാണട്ടെ എന്താണ്. അങ്ങനെ ആയിക്കോട്ടെ അല്ലേ? നിങ്ങൾ എന്നെ കണ്ടറിയൂ. അപ്പം Q&A ബാക്കി കാര്യങ്ങൾ എൻഡിങ് ആണ്. നേരത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചത് തന്നെ വീണ്ടും 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 ചോദിക്കുമായിരുന്നു. അതാണ് ഇപ്പം കുറച്ച് ഈ ക്വസ്റ്റ്യൻസ് മാത്രം നമ്മൾ സെലക്ട് ചെയ്തെടുത്തിട്ട് അതിനുള്ള ഇത് പറഞ്ഞത്. അതിൻ്റെ ഒപ്പം എടുക്കാൻ വേണ്ടി ഇരുന്നപ്പോഴത്തേക്കും ഫോൺ ഓഫായി. ഇവരെ കാണിച്ചു കൊടുക്കുക, ഇതൊക്കെ എൻ്റെ കൂട്ടുകാരാണ്. വേറെ രണ്ടോമാരുണ്ട്. ഹലോ ഗൈസ്, സിദ്ധാർത്ഥ് അത് അഖിൽ. ഇവരെ ഇനി ഡീറ്റെയിൽ ആയിട്ട് വേറൊരു സംഭവം ഉണ്ട്, സർപ്രൈസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ ഇവരെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കും. ബൈ.